ഇന്ന് ഈ വീഡിയോ കൂടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിന്റെ എയർപോഡ് പ്രോ എന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് റിവ്യൂവിനായി തന്നത് ഇഹബ് എന്ന ഓൺലൈൻ സ്റ്റോർ ആണ്. ഇവർ 5 വർഷമായി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓൺലൈൻ സ്റ്റോർ ടീംസ് ആണ്. വളരെയധികം നല്ല 9A ക്വാളിറ്റി പ്രൊഡക്ട്സ് വിലക്കുറവിൽ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സപ്പ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കൊരു പ്രൊമോ കോഡ് തരുന്നതായിരിക്കും. അത് യൂസ് ചെയ്ത് നിങ്ങൾ ഈ എയർപോഡ് പ്രോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബോട്ടിൻ്റെ ഒരു വയേർഡ് ഹെഡ്ഫോൺ ഫ്രീ ആയി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീൻ സെരീന എന്നെ ടെക് ചാനലാണ്. ഞാനാണ് ജീൻ ഹീസൺ. നേരെ വീഡിയോയിലേക്ക്. നമുക്ക് 2 പ്രൊഡക്ട്സ് ആണ് ആക്ച്വലി കിട്ടിയത്, എയർപോഡ് 2 ആൻഡ് എയർപോഡ് പ്രോ. എനിക്ക് കുറച്ചുകൂടി സ്യൂട്ടായി തോന്നിയത് എയർപോഡ് പ്രോ ആണ്. സോ നമുക്ക് അതാദ്യം അൺബോക്സ് ചെയ്യാം. ഇതൊരു ക്ലോൺ പ്രൊഡക്റ്റ് ആണ്, ബട്ട് വളരെ നല്ലൊരു തകർപ്പൻ ക്ലോൺ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഞാനിത് 3 ഡേയ്സോളം ഉപയോഗിച്ചു. വളരെ നല്ല കംഫർട്ടാണ്, അതുപോലെ തന്നെ ഡിസ്റ്റോർഷൻ ഒന്നുമില്ലാത്ത ഒരു ഓഡിയോ ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ കേസ് ഓപ്പൺ ചെയ്യാം. ഇത് ആപ്പിളിൻ്റെ ഒറിജിനൽ കേസാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള കേസാണിത്. ഇവിടെ നമുക്കൊരു എൻവലപ്പ് കാണാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കാണാം, ആപ്പിൾ എയർപോഡ് പ്രോ. നമുക്കതിലേക്ക് പിന്നെ വരാം. ഇവിടെ നമുക്കൊരു ലിഡ് കാണാൻ സാധിക്കും. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്കൊരു USB-C ടൈപ്പ് കേബിൾ കാണാൻ കഴിയും. അതിൻ്റെ മറുവശത്തായിട്ട് നമുക്ക് ലൈറ്റ്നിങ് പോർട്ടും ലഭിക്കുന്നുണ്ട്. ആപ്പിൾ ഡിവൈസസിൽ നമ്മൾ സാധാരണ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ്നിങ് പോർട്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഫേവറേറ്റായിട്ട് തോന്നിയ കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഇയർ ടിപ്സ് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് സ്മോളും ലാർജും സൈസിലുള്ള ഇയർ ടിപ്സ് നൽകുന്നുണ്ട്. നമ്മുടെ ചെവിയിൽ ഏതാണോ അഡ്ജസ്റ്റ് ആവുന്നത് അതിനനുസരിച്ച് നമുക്ക് അതിൽ മാറ്റി വെക്കാൻ കഴിയുന്നതാണ്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഈ സ്റ്റിക്കർ ആദ്യം പീൽ ചെയ്യാം. ഇതിൻ്റെ ലിഡ് ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്കൊരു മാറ്റ് ഫിനിഷ് കാണാൻ കഴിയും. അത് കറക്റ്റ് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിൽ കാണുന്ന പോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ലിഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് എയർപോഡ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ഇത് ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു iOS ഡിവൈസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ വളരെയധികം സിമ്പിളാണ്. എന്തായാലും നമുക്കിതൊരു ആൻഡ്രോയിഡ് ഡിവൈസായിട്ട് നമുക്ക് പെയർ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഈ എയർ ഡ്രോപ്സ് ലിഡ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ തന്നെ ഇതിൻ്റെ H1 സെൻസർ ആക്ടിവേറ്റ് ആവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുക. ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ ഡിവൈസ് പെയർ ചെയ്യണം. ഇത് ഒരു ഫസ്റ്റ് ടൈം പ്രൊസീജിയറാണ്. പിന്നീട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫോണിലെ ബ്ലൂടൂത്ത് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഈ ലിഡ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണക്റ്റ് ആയിക്കോളും. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞായിരുന്നു ഒരു പ്രൊമോ കോഡ്, അതിതാണ് ജീൻസ് എരീന ഹബ്ബ്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ബോട്ടിൻ്റെ വയർഡ് ഹെഡ്സെറ്റ് നേടാൻ കഴിയുന്നതാണ്. ഈ എയർപോഡ്സ് പ്രോയ്ക്ക് കുറച്ച് ഗസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു മാറ്റ് ഫിനിഷ്. ഇവിടെയാണ് എയർപോഡ്സിൻ്റെ ഗസ്റ്റേഴ്സ് പാഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ ഒരു വട്ടം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ട്രാക്ക് പോസ് ചെയ്യാൻ കഴിയും. പിന്നീട് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് വളരെയധികം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഡ്യൂറബിൾ ആണ്. നമ്മുടെ പോക്കറ്റിലൊക്കെ സിമ്പിളായിട്ട് തന്നെ അഡ്ജസ്റ്റ് ആകും. എയർപോഡ്സ് 2 പോലെയല്ല, ഇത് നല്ല ഇയർ ഫിറ്റ് ആണ്. നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ പോലും താഴെ വീഴുകയോ ചെവിയിൽ നിന്ന് ഊരി പോകുന്നതോ പോലത്തെ പ്രോബ്ലംസ് വരില്ല. ഈ കേസ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തിരിച്ചു പിടിച്ചാലും ബഡ്സ് ഇതിൽ നിന്നും ഊരിപ്പോകില്ല. അത്രയും നല്ല മാഗ്നറ്റിക് ഫീച്ചറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ എയർപോഡ്സിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബഡ്സിൽ നിന്നും ഒരു 4 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ചാർജിങ് കേസിൽ നിന്ന് നമുക്ക് 24 മണിക്കൂറിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ആപ്പിളിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന അതേ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, വളരെ നല്ല ഇംപ്രഷനാണ് നമുക്ക് നൽകുന്നത്. സോ ഇതൊക്കെയാണ് എയർപോഡ്സ് 2ൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഈ ഹബിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ലിങ്കും വാട്സപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ടെക് വീഡിയോസ് ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.